ഹായ് നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +1 +2 കുട്ടികൾക്കുള്ളൊരു സന്തോഷ വാർത്തയാണ്. +1 +2 കുട്ടികളുടെ ഒഫീഷ്യൽ ആൻസർ കീ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരുപാട് പേര് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇത്ര പേപ്പറിൽ എഴുതി, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന് ഞാൻ ഇത്രയും എഴുതിയുള്ളൂ, എനിക്ക് എത്ര മാർക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസറിന് ഞാൻ 2 പോയിൻ്റ് എഴുതിയിട്ടുള്ളൂ, എനിക്കതിന് മാർക്ക് ലഭിക്കുമോ, ഫുൾ മാർക്ക് ലഭിക്കുമോ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഈ ആൻസർ കീ എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ആൻസർ കീ. അതായത് ഈ ആൻസർ കീ അനുസരിച്ചായിരിക്കും നമ്മുടെ ടീച്ചേഴ്സ് വാല്യുവേഷൻ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത്, ഇത് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ DHSC Kerala Government.in എന്ന സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സൈറ്റിലേക്ക് കയറുക, അതിൽ എക്സാമിനേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ +1 +2 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരും. അപ്പോൾ അതിൽ ഏത് സബ്ജക്റ്റിൻ്റെ ആണോ നമുക്ക് ആദ്യം അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾ എഴുതിയ ആൻസറുമായിട്ട് അതിനെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. അപ്പോൾ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക്, അപ്പോൾ ആ ആൻസർ കീയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് എഴുതിയാൽ 2 മാർക്ക്, ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇത്ര എഴുതിയാൽ ഇത്ര മാർക്ക് എന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആൻസർ കീ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കുട്ടികളെല്ലാം ഈ ഒഫീഷ്യൽ ആൻസർ കീ വന്നതിന് ശേഷം ഞങ്ങളുടെ മാർക്കുകൾ ചെക്ക് ചെയ്യും, ഒരു ഐഡിയയിലെത്തി വെക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ചില ടീച്ചേഴ്സ്മാർ അത് തന്നെയാണെന്നില്ല, കുറച്ച് പോയിൻ്റൊക്കെ വേറെ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ആൻസറിന് പോലെ മറ്റൊരു ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഈ ആൻസർ കീ നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. നിങ്ങളിപ്പോൾ ചില ക്വസ്റ്റ്യന് 2 ആൻസറൊക്കെ ഡൗട്ടായിട്ട് വന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ഇത് എഴുതിയാൽ കിട്ടുമോ, അതേ ഫ്രണ്ട് പറഞ്ഞ മറ്റേ ആൻസർ എഴുതിയാലാണ് കിട്ടുന്നത് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ചിലപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, ഈ കുട്ടി ഇത് എഴുതിയതല്ല, ഈ ആൻസർ എഴുതിയാലും ശരിയാണ് എന്ന രീതിയിൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനിയിപ്പം ഈ +1 +2 റിസൾട്ട് എന്ന് വരും എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. എന്തായാലും +1-ൻ്റെയും +2-ൻ്റെയും +2-ൻ്റെ ഒക്കെ വാല്യുവേഷൻ SSLC വാല്യുവേഷനോടൊപ്പം, അതായത് April 3-ന് ആരംഭിച്ച് മെയ്യിൽ അവസാനിപ്പിക്കാനുള്ള ഒരു തീവ്ര യജ്ഞത്തിലാണ് അവർ. കാരണമെന്ന് വെച്ചാൽ ഇത്രയും നേരത്തെ റിസൾട്ട് കൊണ്ടെത്തിക്കുക, നിങ്ങൾക്ക് അടുത്ത കോഴ്സുകളിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു സമയദൈർഘ്യം കൂടാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കോഴ്സിലേക്ക് കയറി പോകാനുള്ള ഒരു അവസരം നൽകുക എന്നതാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. ആദ്യത്തെ റിസൾട്ട് എന്തായാലും SSLC കുട്ടികൾക്കുള്ളതായിരിക്കും. അത് കഴിഞ്ഞിട്ട് +2, അത് കഴിഞ്ഞിട്ടായിരിക്കും +1-ൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. +1-ൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ +2 ക്ലാസ്സിലിരിക്കുമ്പോഴായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ആ മക്കൾ നോക്കണ്ട. ഇപ്പം നമ്മൾ 2 പബ്ലിക് എക്സാം +2 SSLC, ആദ്യം SSLC വരും. SSLC ആദ്യ ആഴ്ചയിൽ മെയ് 3-ാം വാരം ഒക്കെ പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ മെയ് 3-ന് പ്രസിദ്ധീകരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മൾ SSLC-യെക്കാട്ടി ഇരട്ടി പേപ്പറുകൾ ഇതിനും ഓരോ സ്ട്രീം അനുസരിച്ചിട്ടുള്ള പേപ്പേഴ്സ് ടീച്ചേഴ്സിന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേപ്പർ നോക്കാനുള്ളത് +2 കുട്ടികളുടേതാണ്. അപ്പോൾ അതിനാണ്ട് അവർ ദ്രുതഗതിയിലും നോക്കി മാർക്ക് പിന്നെ വാല്യുവേഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാർക്കുകൾ ഗ്രേസ് മാർക്ക്, CE മാർക്ക് ഇവയൊക്കെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് കൊണ്ടുണ്ട്. കാരണം +1 +2 മാർക്ക് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഒരു മാർക്ക് ലിസ്റ്റ് ലഭിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകൾ ടീച്ചർക്ക് വേണ്ടതുണ്ട്. ടീച്ചേഴ്സിന് അവർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ കൈകളിൽ എത്താനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് ആദ്യം ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് തന്നെ വാല്യുവേഷനാണ്. വാല്യുവേഷൻ കഴിഞ്ഞു, പിന്നെ ഡബിൾ വാല്യുവേഷൻ കഴിഞ്ഞു, പിന്നെ ടാബുലേഷൻ കഴിഞ്ഞിട്ടൊക്കെ ആ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം എന്തായാലും നമ്മുടെ SSLC കുട്ടികൾക്കുള്ള റിസൾട്ട് വരും. അതിനുശേഷം +2-ൻ്റെ റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. ഇനിയും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്